ബ്രിട്ടൻ കടുത്ത ഊർജ പ്രതിസന്ധിയിലേക്കെന്ന റിപ്പോർട്ടുകൾ. 2 ദിവസത്തേക്ക് ഉപയോഗിക്കാനുള്ള പ്രകൃതിവാതക ശേഖരം മാത്രമാണ് ബ്രിട്ടന്റെ കൈവശമുള്ളതെന്നും റിപ്പോർട്ടിലുണ്ട്. ലോകത്തിലെ തന്നെ പ്രകൃതിവാതകത്തിന്റെ ഏറ്റവും വലിയ സ്രോതസ് മധ്യപൂർവേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഉൽപാദനം നിർത്തിവെക്കുകയും സുപ്രധാനമായ കപ്പൽപാത ഇറാൻ അടയ്ക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഈ സാഹചര്യം ബ്രിട്ടനിൽ കടുത്ത ആശങ്കയാണ് ഉയർത്തുന്നത്. നാഷണൽ ഗ്യാസ് പുറത്തുവിട്ട കണക്കനുസരിച്ച് ബ്രിട്ടന്റെ കൈവശം 6700 GWH പ്രകൃതിവാതകം മാത്രമാണുള്ളത്. കഷ്ടിച്ച് 1.5 ദിവസത്തെ ആവശ്യങ്ങൾ നിറവേറ്റുവാനേ ഇതിന് കഴിയുകയുള്ളൂ. തുല്യ അളവിലുള്ള ദ്രവീകൃത പ്രകൃതിവാതകവും സ്റ്റോക്കിലുണ്ട്. അതേസമയം കൂടുതൽ മെച്ചപ്പെട്ട തയ്യാറെടുപ്പുകൾ നടത്തിയ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾക്ക് ഇനിയും ഏതാനും ആഴ്ചകൾക്ക് കൂടി ആവശ്യം വരുന്ന പ്രകൃതിവാതകം സ്റ്റോക്കുണ്ട്. ബ്രിട്ടന്റെ ഈ സാഹചര്യം മുതലെടുത്ത് വ്യാപാരികൾ പ്രകൃതിവാതകത്തിന് ഇപ്പോൾ പ്രീമിയം വിലയാണ് ഈടാക്കുന്നത്. യൂറോപ്യൻ വിപണിയുമായി മത്സരിച്ച് സ്റ്റോക്ക് വരുത്താൻ കൂടുതൽ തുക ചിലവഴിക്കേണ്ടതായി വരും എന്നതിനാലാണിത്. നിലവിൽ ബ്രിട്ടനാണ് യൂറോപ്പിൽ ഗ്യാസിന് ഏറ്റവും അധികം മൊത്തവില നൽകുന്നത്. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.